പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കരേറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരല്പസമയം ആദരങ്ങളെ തുറന്ന് സ്തോത്രത്തിൽ ജാഗരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാമല്ലോ. നാം ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഒരു ദൈവപ്രവർത്തിക്ക് കാരണമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാഥനെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധനേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, 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 സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. നാഥാ, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നാഥാ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തെങ്കിൽ അടുത്ത് വന്ന് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ അവിടുത്തെ വലിയ പരിപാലനവും കാവലുമൊക്കെ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഇന്നലെ രാത്രിയിലും കർത്താവ് ഞങ്ങൾക്ക് സുഖമായി ഉറക്കം നൽകി. പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളായിരിക്കുമ്പോൾ നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ കർത്താവെ. അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം പകൽക്കാലം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ദൈവമേ, കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തിരുമേശ ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ യഥാർത്ഥമായി അറിയുന്ന കർത്താവിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മധ്യം നീട്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവേ ദൈവമേ സന്തോഷത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ബലപ്പെടുത്തുമാറാകണമേ. ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, സ്വർഗത്തിൽ ദൈവം സൗഖ്യമയക്കണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. എല്ലാ വിഷയങ്ങളും അവിടുത്തെ പാദപീഠത്തെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് ആമേൻ ഒരു ഗാനം കരങ്ങളെ അടിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നാം എല്ലാവരും ഒന്നായി കൂടുவோம். നാഥനെ കൊണ്ടാടി പാടുவோம். ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണെങ്കിലും ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷ
ഘോഷത്തോടെ ഏകമാ വാനവർ സ്തുതിക്കും നാഥന്റെ വാദ്യഘോഷത്തോടെ ഏകമാ വാനവർ സ്തുതിക്കും നാഥന്റെ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ പാടിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് എത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ എത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ ഏഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന വേഗ കർത്താവിനു സാദരം നാം പാടുവോ ഏഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുവോ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ വല്ലവൻ നമുക്ക് നല്ലവനായി ചെയ്തരുളുമെന്നുണ്ട് വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് ശത്രുവിസ്ത്രങ്ങളാ ശക്തിയാറ്റു ക്ഷീണിച്ചിടുമോ ശത്രുവിസ്ത്രങ്ങളാ ശക്തിയാറ്റു ക്ഷീണിച്ചിടുമോ ശത്രുവെ ജയിച്ച കൂട്ടം നാമോ നിത്യം സ്തുതി പാടുവോ ശത്രുവെ ജയിച്ച കൂട്ടം നാമം നിത്യം സ്തുതി പാടുവോ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്
പകലും നാം ഹല്ലേലൂയ പാടുവോ. സർവരും സ്തുതിക്കും സർവവല്ലഭൻ, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, മാറിപ്പോകുമേ. അവൻ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തൊരുവനുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തൊരുവനുണ്ട്. ഓ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, ഓ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടുവോ. എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. അവൻ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓ ശത്രുവിനഗ്നിയസ്ത്രങ്ങളാ ശക്തിയാറ്റു ക്ഷീണിച്ചിടുമ്പോ, ഓ ശത്രുവിനഗ്നിയസ്ത്രങ്ങളാ ശക്തിയാറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവെ ജയിച്ച കർത്തൻ നാമുക്കുണ്ട്, യുദ്ധക്കൂട്ടം നാമും നിത്യം സ്തുതി പാടുവോ. ശത്രുവെ ജയിച്ച കർത്തൻ നാമുക്കുണ്ട്, യുദ്ധക്കൂട്ടം നാമും നിത്യം സ്തുതി പാടുവോ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഗ്ലോറി ഗ്ലോറിയുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓ സർവ്വബഹുമാനം സ്തുതിയും നായകനും മഹത്വം. ഓ സർവ്വബഹുമാനം സ്തുതിയും നായകനും മഹത്വം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനെ, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനെ, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ പാടിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ പാടിപ്പോകുമേ. അവൻ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. അവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ആമേൻ ആമേൻ, ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ
ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. ഓ സ്തുതികൾക്ക് യോഗ്യരേ, അവിടുത്തെ മകനേയ സാന്നിധ്യത്തിനാൽ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനാൽ, അവിടുന്ന് ഞങ്ങളുടെ മതിയെ തള്ളിയിട്ടുള്ളത് കൊണ്ട് ആരാധനയെ സ്വീകരിക്കാൻ യോഗ്യനായ ഞങ്ങളുടെ കർത്താവ്, സ്തുതികളിൽ അധിവസിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ്, സകല മഹത്വത്തിന് യോഗ്യനായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ മതിയെ എഴുന്നള്ളിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അതേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങൾ ഇടയാക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതേക്ക് മഹത്വം കരയറ്റുകയാണ്. ഓരേ ഭാരഭാരക ജഗൗടഭാരകടകൾ Hallelujah. Ora baragasham babarakhanahadwarajaga. Hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ വീണ്ടും ദൈവസന്നിധിയെ നമുക്ക് അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് സാക്ഷി നാം വഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിപ്പാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റെടുക്കുവാൻ, അവയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേ, ആമേ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും മാറ്റമില്ലാത്ത ദൈവ ശബ്ദം കേട്ട് ബലം പ്രാപിച്ചവരായി മടങ്ങുവാൻ, കടന്നു വന്നതിനേക്കാളുപരി നമ്മെ ആത്മിക വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുമേശൻ നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാവുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. ഇതാ സ്തോത്ര പകലത്തെ മീറ്റിംഗ് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മെ പേരുവരായത് അനുഗ്രഹമായി തീരുവാൻ, കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും സ്തോത്രം കടന്നു വരുവാൻ കഴിയാതെയായിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ സ്തോത്രം അവയെ പ്രവർത്തി ഇന്ന് പകൽക്കാലം അവരുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവയെ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. Our gracious Lord, our Heavenly Father, we thank you for this time, Lord. You blessed us with this day. Your mercies are new this morning, Lord.
Lord, as we hear in your presence and gather together, Lord, we submit ourselves into your hands, Lord. The rest of the meetings into your hands, Lord. We submit the worship into your hands, the word of God into your hands, Lord. Lord, as we sit in front of your table, Lord, help us to come to the table with reverence, Lord. We submit the rest of the meeting into your hands, Lord. No matter the prayer request that we have, Lord, as it says in the scriptures, casting all your cares unto you, we sit here in your presence, Lord. We ask for your guidance and for your provision, Lord. Something once again, this whole meeting into your hands. Let your Holy Spirit take control. I ask everything in the most precious name of our Lord and Savior Jesus Christ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 9-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാനത്തെ വാക്യം 20-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. Psalms 9. Psalms 9 we will read responsively, and the last verse, verse 20, we will read together. 9-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ നമുക്കൊരുമിച്ച് മഹത്വപ്പെടുത്താം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഒക്കെ ഞാൻ വർണ്ണിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു, അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പയിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. യഹോവേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. അവർക്ക് ഭയം വരുത്തേണമേ. ഹല്ലേലൂയ. ഒരല്പസമയം കൂടെ നമ്മുടെ ഭാഗ്യമായ കണ്ണുകളെ അടച്ച് അവൻ ഉൾക്കണ്ണുകളെ തുറന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് കരുതിയ വിധങ്ങളെ ഓർത്ത് ഒരല്പസമയം അതരങ്ങളെ തുറന്ന കർത്താവിനൊന്ന് മഹത്വം കരേറ്റിയാട്ടെ. ഇത് പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാനാ, നമ്മുടെ കർത്താവിന് സ്തുതി കരേറ്റാനാ. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷം നമ്മെ നിർത്തി അവിടുത്തെ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരുമിച്ചത് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് അവിടുത്തെ ദയ ഓർത്തുകൊണ്ട്, അവിടുന്ന് നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഈ നിമിഷം വരെ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കി അവിടുത്തെ കൃപയ്ക്കായി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചേർന്നൊരു ഗാനം പാടാം. യേശുവേ, ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്ന. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവേ, അവിടുത്തെ സ്വരം ഇന്ന് പകലും എന്നെ കേൾപ്പിക്കണമേ. ഒരു വാക്ക് മതി, ആ വാക്ക് എൻ്റെ ജീവിതത്തെ മാറ്റുന്ന വാക്ക്. ആമേൻ. ഒരു വാക്ക് മതി കർത്താവേ. യേശുവേ, ഒരു വാക്കു മതി എന്ന് ജീവിതം മാറിടുവാൻ,
ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വീഴുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വീഴുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ.
സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കു മതി എൻ ജീവിതം മാറിയിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ട. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ അവിടുത്തെ ഒരു വാക്ക് മതി. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറിയിടുവാൻ അവിടുത്തെ ഒരു വാക്ക് മതി. ആ വാക്കിന് വേണ്ടി ഇത് പ്രഭാതത്തിൽ ഞാൻ കാതോർക്കുകയാ നാഥ. ആ മൃദുസ്വരം അവിടുന്ന് എന്നെ കേൾപ്പിക്കണമേ. ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ ഇത് നമുക്ക് കർത്താവിനോട് പറയുവാൻ കഴിയട്ടെ. നമുക്കൊരു ഗാനവും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താനി ശക്തിയെ തകർത്തിടുവാൻ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രരാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, പ്രധാന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. Oh
Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ തുറന്നുള്ള നിമിഷങ്ങളും ഞങ്ങളായിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഏകാഗ്രതയോടെ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കട്ടെ നാഥ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമ്മേ, 2024 അവസാനത്തെ മാസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. അമ്മേ, ഇതുവരെയും സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി പരിപാലിച്ചു. അവൻ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ 2 പേരെ, പ്രിയപ്പെട്ടവരെ കാണുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആനന്ദ്, മറ്റൊരു കർത്താവിൻ്റെ ദാസൻ. പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചായിരിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റു ചില പ്രിയപ്പെട്ടവരും കൂടെ ഇന്ന് നമ്മോട് ഒരുമിച്ച് നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംവദിക്കുന്നുണ്ട്. അമ്മേ, പ്രിയ റോയ് വർഗീസ് ബ്രദറിൻ്റെ അളിയന്മാരായിട്ടുള്ള ബ്രദർ ലോസ് പ്രിയപ്പെട്ടവരുണ്ട്. ഷെറിൻ ആൻഡ് ഫാമിലി ദോഹയിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വന്നതാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കശ്വിൻ ആൻഡ് ഫാമിലി പ്രിയപ്പെട്ടവർ ബാംഗ്ലൂരിലാണ്. അവിടുന്ന് ആമേൻ സ്തോത്രം കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരും ഇന്ന് ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഫാമിലി, സിസ്റ്റർ അശ്വതി ആൻഡ് ഫാമിലി
അവർ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹമായി തീരട്ടെ. മറ്റാരെങ്കിലും പുതിയതായിട്ട് ആമേൻ നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുവെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. 9-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കൂടെയാണ് ഈ 9-ാം സങ്കീർത്തനം. അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെ: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. സ്തോത്രം. സ്തുതിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയാണ്. ആമേൻ. ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഉറപ്പോടെ പറഞ്ഞിരിക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കും. മറ്റ് ചിന്തകൾ, മറ്റുള്ളതൊന്നും ആ സമയത്ത് എന്നെ അലട്ടുകയില്ല. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. മാത്രമല്ല, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. സ്തോത്രം. ആമേൻ. ദൈവം ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ വർണ്ണിക്കാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ ഭാഗം പറയാൻ അനേക റീസൺസ് ഈ 9-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ടെങ്കിലും ആമേൻ ഒരു കാര്യം, ഒരു വാക്യം മാത്രം ഇന്ന് നമുക്കൊന്ന് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിൻ്റെ 10-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്: നിൻ്റെ നാമത്തെ അറിയുന്നവർ. ആമേൻ. സ്തോത്രം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുവാനുള്ള ഒരു പ്രധാന കാരണം, എനിക്ക് അവിടുത്തെ നാമത്തെ വ്യക്തമായിട്ട് അറിയാം. അവിടെ എഴുതിയിരിക്കുക, അവൻ്റെ നാമത്തെ അറിയുന്നവർ, ആമേൻ സ്തോത്രം, അവരിൽ ആശ്രയിക്കും. സ്തോത്രം. യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സ്തോത്രം. പറയട്ടെ, ദൈവത്തിൻ്റെ നാമത്തെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അജ്ഞത. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അവൻ ദൈവം ആരാണെന്ന് വ്യക്തമായ ഒരറിവ്, സ്തോത്രം, തീർച്ചയായിട്ടും ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും പറയുമ്പോൾ, സ്തോത്രം, ദൈവം ആരാണെന്നുള്ളൊരു ഉത്തമമായ ബോധ്യം സ്തോത്രം ഉണ്ടായിരിക്കണം. ഇന്ന് പൽക്കാലം പറയട്ടെ, ആമേൻ സ്തോത്രം, ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ. നാം കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾക്കും, നാം കടന്നു പോകുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം ഒരു നിമിഷം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ശക്തനായ ഒരു ദൈവമാ. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകല ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച, സകലത്തിനും അധികാരിയായ, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരകനായ ഒരേ ഒരുവൻ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണെങ്കിൽ, ആ ദൈവത്തിന്റെ നാമത്തെ അറിയുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ ആ കർത്താവിൽ ആശ്രയിക്കും. സ്തോത്രം. അതിൻ്റെ കാരണം, ദൈവത്തെ അറിയുന്നവരെ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവല്ല. അവിടുത്തെ നാമത്തെ അറിയുന്ന ഒരു വ്യക്തിയെ പോലും അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല. അവ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ ഭുജം പിടിച്ച്, സ്തോത്രം, തൻ്റെ ജനത്തെ നയിക്കുന്ന ഒരു കർത്താവ്, അവിടുന്ന് അറിയാതെ ഒരു കാര്യവും തൻ്റെ ജനത്തിന് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്തോത്രം, പ്രിയ ദൈവത്തിൻ്റെ പൈതൽ ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ വിളിച്ചു പറയാം, ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലോ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവസന്നിധിയിലായിരുന്നു കൂടെ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, ഞാൻ ആശ്രയിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായത്, ഇങ്ങനൊരു ദൈവത്തെ ആരാധിക്കുവാനിടയായത്. സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ സന്നദ്ധയിൽ സ്തോത്രം, നാം തൊട്ട് മുമ്പ് പാടിയതുപോലെ, കർത്താവേ ഒരു വാക്ക് മതി. സ്തോത്രം. എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ അവിടുത്തെ ഒരു വാക്ക് മതി. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വാക്ക്, സ്തോത്രം, പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്ന വാക്ക്, രോഗികളെ സൗഖ്യമാക്കുന്ന വാക്ക്, സ്തോത്രം, എന്നെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ ശക്തമായ വാക്ക്, ശാപത്തിൽ നിന്ന് മോചനം തരുവാൻ ശക്തമായ വാക്ക്, ആ ഒരു വാക്ക്
മതി എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, അങ്ങനെയുള്ള ഒരു ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ എനിക്ക് ലഭിച്ച അവസ്ഥയാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. പെറ്റമ്മ മറന്നാലും മറന്നു കളയാത്ത ഒരു കർത്താവ്, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ഒരേ ഒരു ദൈവം നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാകയാൽ സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനത് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, കർത്താവേ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതെ, അവിടുന്ന് ഇമ്മാനുവേലായി നമ്മളോട് കൂടെയുണ്ട്. അത് തന്നെ അവിടെ പറയുന്നത്, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. ദാവീദിനറിയാം അവൻ താനായിരുന്ന സാഹചര്യം എന്താണെന്നും ഇപ്പോൾ ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ താനായിരിക്കുന്ന അവസ്ഥ എന്താണെന്നും വ്യക്തമായ അറിവോടെ പറയുക, നിന്നിൽ ആശ്രയിക്കും. സ്തോത്രം. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. നിന്നെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ പോലും നീ എന്ത് ചെയ്യുന്നില്ല. അവൻ അതിനോടനുബന്ധിച്ച് തന്നെ 18-ാം വാക്യത്തിലും പറയുന്നത്, ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാമോ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക്, അവരുടെ ആഗ്രഹത്തിന്, അവരുടെ ഇച്ഛയ്ക്ക് ഭംഗം വരുത്താത്ത ഹൃദയത്തിൻ്റെ അവൻ ഏതാവശ്യങ്ങളുടെ മധ്യത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ പ്രവർത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ പ്രാരംഭത്തിൽ എഴുന്നേറ്റ് അവർ പഠിച്ച വാക്യം പറയും. All children can stand together and they will recite the Bible verse. Jovan Benit others will come forward and will lead the session. Praise Lord. Psalms 9 verses 1 and 2. I will give thanks to the Lord with my whole heart. I will recount all of your wonderful deeds. I will be glad and exalt in you. I will sing praise to your name, O Most High. Amen. Amen. Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയുവാൻ കർത്താവരെ ബലപ്പെടുത്തിയ കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപയാൽ അവരെ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ യാത്രകളിൽ, അവരുടെ കളികളിൽ, അവരുടെ പഠനത്തിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. വിശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കർത്താവെ എക്സാമൊക്കെ നടക്കുന്നവരുണ്ട്. സ്വർഗ്ഗത്തിലെ ദൈവമേ, അവരെല്ലാം പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. അഭിഷേകത്തോടെ നിലകൊള്ളുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങൾ സഭയായി സ്തോത്രം ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ദൈവത്താൽ ഏറെ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. യു ആൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ. കുടുംബത്തോടും ഇരിപ്പാൻ ദൈവം എന്നെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവം എന്നെ നടത്തിയ നല്ല വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവർക്കും അറിയാം, എനിക്ക് കണ്ണിന് വളരെയധികം ഭാരമായി, പ്രയാസമായി, കാഴ്ചയൊക്കെയും നഷ്ടപ്പെട്ട ഒരവസ്ഥ. നല്ല കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരുന്നു. കോട്ടയായിരുന്നു. പ്രത്യേക കർത്തദാസനും കുടുംബമായി എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു.
പ്രത്യേകം ഇന്ന് നാളെ രാത്രിയിൽ കർത്താവിൻ്റെ ഹിതമെങ്കിൽ അടിയൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾ UK നിന്ന് കടന്നു വരുന്നു. അവളുടെ യാത്രയിലൊക്കെയും അടിയൻ്റെ യാത്രയിലൊക്കെയും ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിപ്പാനും നാട്ടിൽ കടന്നു നിന്ന് ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഭവനത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാനും ദൈവം ഞങ്ങളെ ഒരുക്കേണ്ടതിനോ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ടവന് സുഖമില്ലാതെ ഭാരപ്പെടുന്നു. ദൈവക്കളുടെ ഈ ദിവസങ്ങളിലൊക്കെയും BP വളരെയധികം താണു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2024 12-ാം മാസം ഈ അവസാന ദിവസങ്ങളിൽ ദൈവദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും ദൈവസഭയോടും ഒത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെയും കുടുംബവും ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ സഭ, ദേവദാസൻ കുടുംബം, എൽഡേഴ്സ്, സഹോദരി സമാജം, എല്ലാവരും, ഏരിയ ബ്രദേഴ്സ് എല്ലാവരും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെല്ലാം വളരെ അനുഗ്രഹമായി തീർന്നു. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞാനൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം പറയാനാണ്. ഞങ്ങളുടെ അമ്മച്ചി കഴിഞ്ഞ നാളുകളിൽ BP ഒക്കെ കൂടുതലായിട്ടും ശാരീരികമായ അസ്വസ്ഥതയിലൊക്കെ കടന്നുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് BP കൂടി ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വന്നു. ഇപ്പോൾ ICUവിലായിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലും CT സ്കാനൊക്കെ ചെയ്തപ്പോൾ നോർമലാണ്, ബ്ലഡ് റിപ്പോർട്ടെല്ലാം നോർമലാണെന്ന് പറയുന്നു. എന്നാലും പ്രായത്തിൻ്റെതായ പ്രയാസത്തിലും വിഷമത്തിലും കടന്നു പോകുന്നു. സെമി കോൺഷ്യസ് ആയിട്ടായിരിക്കുന്നു. കർത്താവ് കാത്തു പരിപാലിക്കേണ്ടതിനും പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനും എന്നെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളും ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ കൃപയും പരിപാലനവും കൂടെ ഇരിക്കേണ്ടതിനായിട്ട് ദേവദാസൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവമക്കളുടെയും പ്രത്യേക പ്രാർത്ഥനയെ ചോദിക്കുന്നു. തുടർന്നും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ മാനവും മഹത്വവും എൻ്റെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിന്നിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി 5 മാസക്കാലത്തിന് ശേഷം ഈ ഒമാനിൽ വന്ന് ദൈവത്തെ സാക്ഷിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ജൂണിൽ ഞാൻ കടന്നുപോയി. ജൂൺ 3-ാം തീയതിയാണ് ഞാൻ നാട്ടിൽ കടന്നു ചെന്നത്. പക്ഷേ ജൂൺ 6-ാം തീയതി എൻ്റെ രണ്ടാമത്തെ ബ്രദറിന് ക്യാൻസറാണെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അത് ഫുൾ സ്റ്റേജിലായതുകൊണ്ട് ആങ്ങൾ തന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം റിഫ്യൂസ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വിയോഗത്തിൻ്റെ സമയത്ത് അറിഞ്ഞ് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ നവംബർ 14-ാം തീയതി കടന്നു വന്ന കോൺഫറൻസും ഒക്കെ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവം സഹായിച്ചാൽ ഈ ജനുവരി വരെ ഇവിടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ബീന. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. 1 വർഷത്തിന് ശേഷം അവൾ ഡ്യൂട്ടിക്കൊക്കെ പോകുവാൻ തുടങ്ങി. അങ്ങനെ ക്യാൻസറിൻ്റേതായ, അതായത് ബ്ലഡ് ക്യാൻസറായിരുന്നു. ബ്ലഡ് ക്യാൻസറിൻ്റേതായ അസ്വസ്ഥതകളുടെ വിഷമങ്ങളെല്ലാം മാറി. അവൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. എങ്കിലും കഴിഞ്ഞ മാസം അവൾക്ക് പെട്ടെന്നൊരു ക്ഷീണവും പ്രയാസവും വന്നപ്പോൾ അവൾ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ്, പിന്നെയും അവർ എല്ലാ ടെസ്റ്റും ചെയ്തപ്പോഴാണ് കൊടുത്ത മെഡിസിനും കൊണ്ട് പിന്നെയും ബ്ലഡ് ക്യാൻസർ, അതായത് വേറെ ഒരു സ്റ്റേജിലോട്ട് മാറിയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഇപ്പോൾ അതിന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അവരുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മാച്ചിങ് അല്ല, അത് 50% മാച്ചിങ് ഉള്ളൂ. ഒരു 100% മാച്ചിങ് ഉള്ള ആ ഡോണറെ കിട്ടിയാൽ മാത്രമേ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ പറ്റുള്ളൂ. ഇപ്പോൾ കീമോ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കുന്നു. ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ്, പിന്നെ രണ്ടാഴ്ച റെസ്റ്റ്, പിന്നെയും ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഷെഡ്യൂള് പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിലുള്ളതാണ് ബീന SQH എന്നും പറഞ്ഞ് അവളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം അടുത്തപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച പകൽക്കാലം സഹോദരി സ്വരമാകളും പ്രത്യാൽ പാസ്റ്ററോടും കുടുംബത്തോടും ഒരുമിച്ച് സഭാമധ്യ ഒരു സാക്ഷിയായി നിൽപ്പാൻ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി വാഴ്ന്നു സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അടിയനെയും
ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം അത്ഭുതവിശ്വരമായി പരിപാലിച്ച് സൂക്ഷിച്ചു. വഴി നടത്തി. ആയിരുന്ന മണ്ഡലങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം കാവലും കൂടിയിരുന്നു. ജോലി മണ്ഡലങ്ങളിലെ പോക്കിൽ വരവിൽ വാഹനയാത്രയെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം കാവലും കൂടെയിരുന്നു. പ്രതിയാൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ദേവദാസനിൽ കൂടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. അടിയൻ്റെ പിതാവ് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഉണ്ടാകുവാനിടയായി. സാരമായ കാലിൻ്റെ മുട്ടിന് താഴെ സാരമായ മുറിവുകൾ ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. കാലിന് താഴെ വെച്ച് ഒരു ആഴത്തിലുള്ള മുറിവാണ്. 16 സ്റ്റിച്ചോളം ഉണ്ട്. അത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എടംകുളം മൗണ്ട് സിയോൻ കർമ്മൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഒരു പരിപൂർണ്ണ സൗഖ്യം നൽകേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സഭയുടെയും പ്രതിയാൾ ദേവദാസന്മാരുടെയും പ്രാർത്ഥന അടിയങ്ങൾക്ക് കോട്ടയായിരുന്നു, കാവലായിരുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷി നൽകുന്നു. Praise the Lord. I want to thank the Lord for giving us this great opportunity to be a part of the OPA church here in Muscat. My name is Kezwin. I'm here with my wife Leah and our daughter Louisa. We are from Bangalore. Leah's sister Priya and her husband Sharon are also here from Qatar. We are here visiting our sister Princey and family. For the last few days, God has been protecting us and keeping us safe and sound here. God willing, we'll be traveling back to our countries tomorrow, requesting the church to kindly remember us in your prayers. Thank you. Amen. Praise the Lord for the wonderful opportunity God has given me to stand in the midst of you all and testify God's holy name. God is good to me for the past 2 weeks while I was here with my parents in church. I was able to attend the national conference and be with this church. The church was a blessing to me. God willing, I'll be traveling back to India tonight, and I'll be traveling to Australia on the 22nd. I request the church to continue to pray for me. Thank you. Amen. Amen. ഒരു നിമിഷം സാക്ഷിവാചകങ്ങളിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ മോളി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ സഭയിൽ സാക്ഷ്യം പറഞ്ഞത് നമുക്കറിയാമല്ലോ. നമ്മൾ പ്രിയ ആൻറ്റിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിനും കണ്ണിന് വളരെ പ്രയാസമായിട്ട് ആമേൻ സ്തോത്രം ആയിരുന്ന സാഹചര്യമാണല്ലോ കർത്താവ് പരിപൂർണ്ണ വിടുതൽ നൽകിയതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. വിശേഷാൽ നാളെ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയുമൊക്കെ കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മകൾ ജിനി ആമേൻ യാത്രയാകുന്നല്ലോ. യാത്രയിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. പ്രിയ അച്ചാനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നല്ലോ. കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ലിജി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി പരിപാലിച്ചു. വിശേഷാൽ ഇന്ന് പ്രാർത്ഥനയ്ക്കായി അറിയിച്ച വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും ബലവും നൽകേണ്ടതിന് ആമേൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രിയ അമ്മച്ചിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഗ്രേസിക്കുട്ടി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ ആയിരുന്നല്ലോ. ഇവിടെ ആയിരുന്ന സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. വിശേഷാൽ നമ്മോട് അറിയിച്ചതുപോലെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ. സ്വർഗത്തിലെ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ് പ്രിയ ബീന സിസ്റ്റർ. ആ സിസ്റ്റർ പൂർണ്ണ സൗഖ്യത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ കരം നീട്ടി അത്ഭുത സൗഖ്യം നൽകേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞ ട്രീറ്റ്മെൻറ്റുമായി ബന്ധത്തിൽ നല്ലൊരു ഡോണറെ ലഭിക്കേണ്ടതിന് അമേ സ്തോത്രം പൂർണ്ണ സൗഖ്യവും ബലവും എത്രയും പെട്ടെന്ന് കർത്താവ് നൽകേണ്ടതിന് വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ മനോജ് ബ്രദറിൻ്റെ പിതാവിന് വേണ്ടി നാം ഇന്നലെ രാത്രിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബൈക്ക് ആക്സിഡൻറ്റിൽ അമേ സ്തോത്രം കാലിന് മുറിവ്, ആഴമായി മുറിവുണ്ട്. ഹോസ്പിറ്റലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി ബലത്തോടെ നിർത്തേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രിയ പിതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കശ്വിൻ ബ്രദർ, പ്രിയ ഷെയ്ൻ ബ്രദറെ, പ്രിയപ്പെട്ടവർ കുടുംബമായി ഇവിടെ ആയിരിക്കുന്നല്ലോ. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനും വിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നു. അപ്പോൾ കർത്താവ് അനുവദിച്ച നാളെ തിരികെ പ്രിയപ്പെട്ടവർ അമേൻ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നല്ലോ. അമേൻ സ്തോത്രം. ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെയും കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രത്യേകിച്ച് റോയ് വർഗീസ് ബ്രദറിനെ കുടുംബമായി അമേൻ സ്തോത്ര ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ ജോഷുവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ
അമേൻ. ഇവിടെ ആയിരുന്നല്ലോ, ഒരുമിച്ച് നല്ല കൂട്ടായ്മകൾ കർത്താവ് നൽകി തന്നു. ഇന്ന് രാത്രി തിരിച്ച് നാട്ടിലേക്കും അവിടുന്ന് അവർ പ്രിയപ്പെട്ടവരെല്ലാം പോന്നു. ഇന്ന് രാത്രി നാട്ടിലേക്കും അവിടുന്ന് തിരിച്ച് അമേൻ ഓസ്ട്രേലിയക്കും ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും പ്രിയ പൈതലിനോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനോട് ചേർത്ത് ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ ബിനോ ജോസഫ് ബ്രദർ, ബിജു സക്രിയ ചായന, സാം ജോൺസൺ ചായന, പ്രിൻസിലെ ചായന, പ്രിയപ്പെട്ടവർ ബുറേമി സഭയിൽ ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ ആരാധനയിൽ സംബന്ധിക്കേണ്ടതിന് കടന്നുപോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളിലെ യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവർ പലരും ശാരീരിക സൗഖ്യമില്ലാതെ, പ്രത്യേകിച്ച് വൈറൽ ഫീവറിനാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം പൂർണ്ണ സൗഖ്യം പ്രിയപ്പെട്ടവർക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയിൽ ഇവിടെ വരുന്ന ആളുകളിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകേണ്ടതിന് യാത്രകളിൽ അതിൻ്റെ ക്രമീകരണങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധാരാധനയായി ബന്ധത്തിന് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്ന് സഹായിച്ചതിനായി സ്തോത്രം. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നൽകി സഹായിച്ചതിനായി സ്തോത്രം. നല്ല സംഘത്തിൽ നൽകി തന്നതിനായി സ്തോത്രം. കർത്താവേ, പൂർണ്ണഹൃദയത്തോടെ ഞാൻ യഹോവയെ സ്തുതിക്കുന്നതിൻ്റെ അത്ഭുതങ്ങളൊക്കെ ഞാൻ വർണ്ണിക്കുമ്പോൾ നടത്ത വചനത്തിൽ കൂടെ ഞങ്ങളുടെ ഇടപെട്ടൽ കർത്താവേ, ഓരോ ദിവസം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് പിന്നെ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാക്ഷിവാചകങ്ങളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാമോളി ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഭയായി ദാസിയുടെ കണ്ണിൻ്റെ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് തക്ക സമയത്ത് അവിടുന്ന് വിടുതൽ കൊടുത്തതിനായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ, ഈ കാലം കർത്താവെ വിടുതലിൻ്റെ സാക്ഷ്യം അവിടുന്ന് കേൾപ്പിച്ചതിനായ ദൈവത്തെ നന്ദി പറയുന്ന കർത്താവെ, പിന്നെയും പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ അവിടെ നിർത്തുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാട്ടിലോട്ട് കടന്നു പോകുന്നവരും ദൈവ സാന്നിധ്യം കൂടി ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ അവധിക്കാലം കഴിഞ്ഞ് സമാധാനത്തോടെ മടങ്ങി വരുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷ മകളും യുക്കെ കടന്നു വരുന്നല്ലോ യാത്ര നീ സൂക്ഷിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യത്തിൽ മേലെ ദൈവം കൂടി നിന്ന് സഹായിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയാചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കടന്നു പോകുന്ന ശരീര എല്ലാ ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് പരിപൂർണ്ണമായ വിടുതലും സൗഖ്യവും അവിടെ നൽകി കൊടുക്കുമാറകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷാലിജി ആൻറ്റിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിരാശ പറഞ്ഞ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വ്യാമച്ചി കർത്താവെ, ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ കർത്താവെ, അങ്ങയുടെ അണിപ്പത്തിൻ്റെ കരയോടുന്ന് വീട്ടിൽ അവിടുന്ന് സൗഖ്യമാക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വാർദ്ധക്യത്തിലും തള്ളിക്കളയാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ, കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നന്നായി അറിയുന്നവനായ കർത്താവെ, അവിടുത്തെ കരയോട് നീട്ടി അവിടുന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ കുടുംബത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും മേലും ദൈവം കൂടി നിന്ന് സഹായിക്കുമാറകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചില മാസങ്ങൾക്ക് ശേഷം ഗ്രസിക്കുട്ടിയാനി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിനങ്ങൾ കർത്താവെ വേർപാടിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം കൂടി നിന്ന് സഹായിച്ചതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ കർത്താവെ, ആബീന സിസ്റ്ററെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടന്നു പോകുന്ന അവസ്ഥ നീ അറിയുന്നല്ലോ. അങ്ങേ കഴിയാത്തൊരു കാര്യമില്ലല്ലോ. കർത്താവിൻ്റെ കരത്തിലേക്ക് ഈ രാപ്പകാലം സഭയായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ ദൃശ്യമായ കരം അവിടുന്ന് നീട്ടി അവിടുന്ന് വിടുവിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, നിന്റെ ഹിതമെങ്കിൽ കർത്താവെ, ഡൊണേറ്റർ ആവശ്യമെങ്കിൽ കർത്താവെ, അതെല്ലാം തക്ക സമയത്ത് ക്രമീകരിക്കപ്പെടുവാൻ സ്വർഗാഭിഷേകത്തിന്മേലും ദൈവം പ്രവർത്തിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷ മനോജ് ബ്രദറിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ദാസൻ കർത്താവെ, ദേവസന്നിധി പറഞ്ഞ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ പിതാവ് ഹോസ്പിറ്റലിലായിരിക്കുന്ന അദൃശ്യമായ കരം തൊട്ടയോടുന്ന് സൗഖ്യമാക്കുമാറകണമേ. എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ഭവനത്തിൽ കടന്നു വരാൻ കർത്താവെ നീ സഹായിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. എല്ലാ ഭാരങ്ങളും ദൈവകരങ്ങളിലേക്ക് ഈ രാവിലെ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കുമാറകണമേ. കർത്താവെ, വിശുദ്ധിയുടെ ബന്ധത്തിൽ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന രണ്ട് ഫാമിലി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൂടെയുള്ള ആരാധന അവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ നീ സഹായിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മടക്ക യാത്രയിലും ദൈവസ്ഥാനത്ത് അവരോട് കൂടി ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽ ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾ ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചില്ല. കർത്താവെ, നാട്ടിലൂടെ മടങ്ങി പോകുന്നല്ലോ. ദൈവസ്ഥാനത്തും കൂടെ ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില ദിവസങ്ങൾക്ക് ശേഷം പൈതലിൻ്റെ ജോലി സ്ഥലത്തോട്ടും കടന്നു പോകുന്നല്ലോ. ദൈവസ്ഥാനത്തും കൂടെ ഇരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുടർന്നുള്ളായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ കർത്താവെ, പുറമയുടെ പ്രദേശത്ത് കടന്നു പോയിരിക്കുന്നല്ലോ. അവരുടെ യാത്ര ദൈവം കൂടെ ഇരിക്കുമാറകണമേ. കർത്താവെ, അവരോടുള്ള ആരാധന കർത്താവ് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മടക്ക യാത്രയിലും കൂടെ ഇരുന്ന് സഹായിക്കുമാറാണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വയറിൻ്റെ
കർത്താവെ ശരീരക്ലേശത്തിൽ കൂടെ വൈറൽ ഫീവറായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയായി കർത്താവെ ഞങ്ങൾ ഈ കാലം അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിതത്തിൻ്റെ ആരെങ്കിലും കർത്താവ് വിവിധ ഭാരത്തോട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ മീറ്റിംഗ് കടന്നു പോകുന്നതിന് മുമ്പാകെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവരുടെ മേൽ തൊട്ട് അവിടുന്ന് വിടുവിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നുള്ള വചന ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ കർത്താവെ. അത് ഞങ്ങളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വചനം അവിടുന്ന് ഇടപെടുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. തുടർന്നുള്ള കർത്താവെ, ഹല്ലേലൂയ, തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവെ, അത് അനുഗ്രഹത്തോടെ ഭാവമാക്കാവുവാൻ കർത്താവിനെ സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷ തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെടുക്കാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8 and verse 36. പ്രിയപ്പെട്ട ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. പുത്രനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തേണ്ടത്. ആ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ആ സാക്ഷാൽ എന്ന പദത്തിന്, അല്ലെങ്കിൽ യു വിൽ ബി ഫ്രീ ഇൻഡീഡ്, തീർച്ചയായും നിശ്ചയമായും സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും എന്ന ആ പദപ്രയോഗത്തിന് വളരെ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം വ്യക്തമാകും. ഈ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മുമ്പിൽ കൂടി വന്നിരിക്കുന്ന സകല പുരുഷാരത്തോടും, വിശേഷാൽ പരീശന്മാർ, സ്തോത്ര ശാസ്ത്രിമാർ മുതലായ യഹൂദന്മാരുൾപ്പെടെ എല്ലാവരോടും വചനം പ്രസ്താവിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാ, ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാ, ഞങ്ങൾ ഇതുവരെ ആർക്കും ദാസന്മാരായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, നിങ്ങൾ പറയുന്നു നിങ്ങൾ സ്വതന്ത്രർ എന്ന്, എന്നാൽ സ്തോത്രം എൻ്റെ വചനത്തിൽ നിങ്ങൾ യഥാർത്ഥമായി നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പദം, ഈ വാക്ക് എന്നോട് പറയുന്നത്. കാരണം സ്തോത്രം, ഞാൻ വന്നിരിക്കുന്നത് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വരുത്തേണ്ടത്. അതാണ് അതിൻ്റെ 34-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അടുത്ത വാക്യം, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അതായത് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, യഥാർത്ഥമായി സ്വാതന്ത്ര്യം വരുത്തുവാൻ, പാപത്തിൽ നിന്നും മോചനം വരുത്തുവാൻ സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ സ്തോത്രം തൻ്റെ മുൻപിൽ നിൽക്കുന്ന, ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന, അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പ്രസ്താവിക്കുന്ന ഇവര് പറയുകയാ, സ്തോത്രം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവിന്റെ മറുപടി, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ മാത്രമേ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന്. സ്തോത്രം. ദാസന്മാർക്ക് തന്നെത്താൻ സ്വതന്ത്രരാകുവാൻ കഴിയുന്നില്ല. കഴിയുമെങ്കിൽ അവരൊരിക്കലും അടിമകളായിരിക്കുകയില്ല. അടിമകളല്ലാത്തവർക്ക് മാത്രമേ സ്തോത്രം അടിമകളെ സ്വാതന്ത്ര്യം വരുത്തുവാൻ അല്ലെങ്കിൽ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ കർത്താവ് ചെയ്തത് സ്തോത്രം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി എന്നുള്ളത്.
ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, യഥാർത്ഥമായി ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ്. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇന്നും അനേകരും ബന്ധനത്തിൽ കിടക്കുകയാണ്. ആമേൻ, ഞാനതിന് പറയാറുണ്ട്, ഒരു കവി പാടിയതുപോലെ, ആമേൻ, ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ ആയിരിക്കുന്ന സ്ഥാനം അവൻ ബന്ധുര സ്വർണ്ണക്കൂട്ടിനകത്താ, പക്ഷേ സ്തോത്രം ഇപ്പോഴും ബന്ധനത്തിനകത്താ കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് പറയട്ടെ, സ്തോത്രം, നാം ആയിരിക്കുന്ന സ്ഥാനം യഥാർത്ഥമായി മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും, നമ്മെ സ്വാതന്ത്ര്യം വരുത്തുവാൻ, യഥാർത്ഥമായി സ്വാതന്ത്ര്യം നൽകുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച സ്തോത്രം നമ്മുടെ കർത്താവ് നമുക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയണം, എൻ്റെ കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയത് കൊണ്ട് ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. സ്തോത്രം. എന്താ സ്വാതന്ത്ര്യത്തിലേക്ക് യഥാർത്ഥമായി കടന്നു വരുവാൻ അമേൻ പലപ്പോഴും പലർക്കും കടന്നു കഴിയാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതും വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 32-ാമത്തെ വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയോ ചെയ്യും. സത്യം അറിയുകയും സത്യം നിങ്ങളെ, സ്തോത്രം, ഈ സത്യം അറിയണം. വഴിയും സത്യവും ജീവനുമായവനെ അറിയണം. സ്തോത്രം. അറിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമ്മൾ യഥാർത്ഥമായി അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർക്കും ആമേൻ ഒരു കാര്യം വ്യക്തമാണ്, വചനം വേണ്ട. ആമേൻ, വചനം വേണ്ടാത്തത് കൊണ്ട് സത്യം അറിയുവാനായിട്ട് കഴിയുന്നില്ല. അപ്പം സ്തോത്രം, എവിടെയെല്ലാം ആമേൻ ബന്ധനമെന്ന് കേൾക്കുന്നോ, ആ ബന്ധനം പലവിധമുണ്ട് കേട്ടോ, ബന്ധനം പലവിധമുണ്ട്. എന്നാൽ സ്തോത്രം, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ബന്ധനം എന്ന് പറയുന്നത് ദാവീദ് പറഞ്ഞതുപോലെ പറയുമെങ്കിൽ, കർത്താവേ സ്തോത്രം, അവിടെ നിന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയോ, ആ ബന്ധനങ്ങളെ അഴിക്കുവാനോ സാക്ഷാൽ നമ്മുടെ കർത്താവ് സ്തോത്രം ഈ ഭൂമിയിലേക്ക് വന്നെന്നൊരു ബോധ്യമോ, അവിടുന്ന് സത്യമാകുന്നുവെന്നോ, അവിടെ നിന്റെ ബന്ധനം പാപമാകുന്ന ശാപമാകുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകി എന്നെ വിടുവിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. നാം സത്യം അറിയണം. സത്യം അറിഞ്ഞാൽ ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് സ്തോത്രം പുറപ്പെട്ടു വന്ന വിടുതലിനെ ഓർമ്മിപ്പിക്കുന്നതാണല്ലോ പെസഹ. ഈ പെസഹയ്ക്ക് ശേഷം 50-ാം നാളാണ് പെന്തക്കോസ്ത് നാൾ. ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പെന്തക്കോസ്ത് നാളിന് തത്തുല്യമായ ഒരു വർഷവും കൂടെ അവൻ തിരുവഴുത്തിലുണ്ട്. അത് ലേവ്യ പുസ്തകത്തിലാണ്. സ്തോത്രം. ജൂബിലി ഇയർ എന്ന് പറയുന്ന ഒരു വർഷം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം, ദിവസന ആ ഭാഗം ഒന്ന് എടുക്കണേ. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം, അതിൻ്റെ ആ ഭാഗം നാം ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ, അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതൊരു ശബത്ത് വർഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമേൻ. അവർക്ക് ദൈവം നൽകിയ അവകാശം പ്രാപിച്ചതിന് ശേഷം ആമേൻ 6 വർഷങ്ങൾ അവർ ജോലി ചെയ്യണം. 7-ാം വർഷം ശബത്ത് വർഷമായിട്ട് അവർ ആചരിക്കണം. അവർ ജോലി ചെയ്ത ആ ഭൂമിയിൽ നിന്നുള്ള വിളവെടുപ്പ് കൊണ്ട് അവർ ആ വർഷം ആമേൻ സ്തോത്രം അവരുടെ ഉപജീവനം അവർ കഴിക്കണം. അങ്ങനെ ആമേൻ 7 പ്രാവശ്യം 7 × 7 49 സംവത്സരങ്ങൾ അങ്ങനെ ജീവിച്ചതിന് ശേഷം 50-ാമത്തെ വർഷം 40, അതാണ് 8-ാമത്തെ വാക്യം കഴിയുന്ന, ഇങ്ങനെ 7 ശബത്തുണ്ടായ, പിന്നെ 7 ശബത്തുണ്ടായ 7 സംവത്സരം എണ്ണണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. 49 സംവത്സരം കഴിയുമ്പോൾ 50-ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ഈ 49 സംവത്സരം കഴിയുമ്പോഴത്തേക്ക് ആമേൻ ഒരു മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. അത് പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും ഈ കാഹളം എന്ത് ചെയ്യണം? ധ്വനിപ്പിക്കണം. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം
പ്രസിദ്ധമാക്കണം. സകല നിവാസികൾക്കും ദേശത്തെങ്ങും സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. ഈ സംവത്സരത്തിന് പറയുന്ന പേരാ യോവേൽ സംവത്സരം അല്ലെങ്കിൽ ജൂബിലി ഇയർ. 50-ാം വർഷം. ഈ 50-ാം വർഷം ഒരു സ്വാതന്ത്ര്യത്തിന്റെ വർഷമാ. സകല ഇടത്തും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന വർഷമാ. സകല അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന വർഷമാ. സകല കടക്കാർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന വർഷമാണ് ഈ 50-ാമത്തെ വർഷം എന്ന് പറയുന്നത്. ആമേൻ. ഇതൊരു പാപ പരിഹാര ദിവസമായി ഒരു പുതിയ വർഷത്തിൻ്റെ അല്ലെങ്കിൽ 50-ാം വർഷത്തിൻ്റെ ആരംഭമായി സ്തോത്രം. ഈ ധ്വനി, ഈ മഹാധ്വനി കേൾക്കുമ്പോൾ ഈ ധ്വനി നിമിത്തം ഒരു കാര്യം സകല ജനത്തിനും ബോധ്യമാകും. സ്തോത്രം, ഇത് എനിക്ക് സകലവിധ വിഷയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ഒരു വർഷമാണ്. സ്തോത്രം, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇവിടുന്ന് ഒരു ദൂത് പറയാം. സ്തോത്രം, ഒരു മഹാധ്വനി ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ നാം ഒരുമിച്ച് വിളിച്ചു പറയുവാനായിട്ട് കഴിയണം. അതെ, എന്റെ കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ഒരു വർഷമാ. സ്തോത്രം, ഇന്നേ വർഷം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അവൻ യഥാർത്ഥമായ സ്വാതന്ത്ര്യം സ്തോത്രം അവരുടെ ജീവിതത്തിൽ സ്തോത്രം ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഈ ദിവസം എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെ ദിവസം. അതായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം എന്ന് പറയുന്നത് സ്തോത്രം സകല പാപത്തിനും പരിഹാരം വരുത്തുന്ന യഥാർത്ഥമായ സ്വാതന്ത്ര്യം തൻ്റെ ജനത്തിന് നൽകിക്കൊടുക്കുന്ന സ്തോത്രം ദിവസമാണ് ഈ ദിവസം. ഈ 50-ാം വർഷത്തിൻ്റെ ആരംഭ ദിവസം. ആമേൻ. അവർ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ സകല തെറ്റും അവൻ പരിഹാരം വരുത്തി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരുടെ ചിന്താ മണ്ഡലങ്ങളിൽ ധ്വനിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെതായ ചിന്തകൾ സ്തോത്രം സകലത്തിനും മാറ്റം വരുത്തി യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം തൻ്റെ ജനത്തിൻ്റെ മേൽ നൽകിക്കൊടുക്കുന്ന ഒരു ദിവസമായി സ്തോത്രം ഈ ദിവസത്തെ കാണുകയാണ്. ആ ദിവസം അവർ ചെയ്യുന്നൊരു പ്രക്രിയ, ഒരു കുഞ്ഞാടിനെ അറുത്തിട്ട് ഈ കുഞ്ഞാടിൻ്റെ രക്തം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ മുകളിൽ സ്തോത്രം തളിക്കും. അതാണ് എബ്രായ ലേഖനം 9-ന്റെ സ്തോത്രം 22-ാം വാക്യത്തിൽ വായിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം ഒരിക്കലായി സകല മാനവജാതിയുടെയും വിടുതലിന് വേണ്ടി സ്തോത്രം ആമേൻ രക്തം അവിടുന്ന് ചൊരിഞ്ഞത് കൊണ്ട് ആമേൻ ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം. അവിടുന്ന് എനിക്ക് പാപത്തിന് പരിഹാരമായി തീർന്നത് കൊണ്ട്, അവിടുന്ന് എനിക്ക് ശാപത്തിന് പരിഹാരമായി തീർന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൽ മറ്റുള്ളവരൊന്നും അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകൽ സ്തോത്രം ഇവിടെ നിൽക്കുമ്പോൾ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, ആമേൻ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ സ്തോത്രം ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരത്തോടെ ആമേൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പറയാം, ബന്ധനത്തിലായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ സ്തോത്രം പറയാം, ആമേൻ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. സ്തോത്രം, ആ ബന്ധനങ്ങളെ അഴിക്കുവാന് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും ഇറങ്ങി വന്നിരിക്കുന്നത്. ആരെങ്കിലും ഇതിനകത്തന്നെ കേൾക്കുന്നവർ യഥാർത്ഥമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പകലായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ഒരു പകലായി മാറട്ടെ. ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുന്ന പകലായി മാറട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്ന പകലായി ഇന്ന് പകൽക്കാലം മാറട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. ഒരു ദൈവ പ്രവർത്തിക്കായി നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് വിളിച്ചു പറയാം, അതെ കർത്താവ് യഥാർത്ഥ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ ഞങ്ങൾ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ഇപ്പോൾ വായിച്ച ആ ഭാഗം അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത് സ്തോത്രം ഒരു മഹാധ്വനി കാഹളം കൊണ്ട് അവൻ മഹാധ്വനി കാഹളം എന്ത് ചെയ്യണം? ധ്വനിപ്പിക്കണം. ഈ പുറപ്പാട് പുസ്തകത്തിലാണ് ഈ കാഹളം ഉണ്ടാക്കേണ്ടത് വെള്ളി കൊണ്ട്. അമേ സ്തോത്രം. ഈ ദൈവജനത്തിൻ്റെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ
യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരുന്ന പ്രത്യേക സമയത്താണ് ഈ കാഹളം ധ്വനിപ്പിക്കേണ്ടത്. ആമേൻ, സ്തോത്രം. പ്രാണൻ്റെ വീണ്ടെടുപ്പ് വില ആയിട്ടാണ് ആമേൻ വെള്ളിയാണ് അന്ന് നൽകുന്നത്. ഈ വെള്ളി കൊണ്ട് ഈ കൊണ്ടുവരുന്ന ദൈവസന്നിധി കൊണ്ടുവരുന്ന വെള്ളിയെല്ലാം സൂക്ഷിച്ചു വെച്ച് ഈ വെള്ളി കൊണ്ട് സ്തോത്രം ഒരു കാഹളം ഉണ്ടാക്കും. ഈ കാഹളമാണ് സ്തോത്രം ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മഹാധ്വനി കാഹളം പാപപരിഹാര ദിവസത്തിൽ ഊതണമെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ വില എന്ന് പറയുന്ന ആ വെള്ളി കൊണ്ടുവന്നിട്ട് അവൻ ഊതുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തതയോടെ പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രാണന് വേണ്ടി അവിടുത്തെ വിലയേറിയ രക്തം തന്നെ ചൊരിഞ്ഞിരിക്കുകയാണ്. കേവലം ഒരു വെള്ളിയല്ല, സ്തോത്രം, മനുഷ്യകുലത്തിന് അളക്കുവാൻ കഴിയുന്ന സ്തോത്രം ഒരു സാഹചര്യമോ അല്ല, അവൻ പകരം അളക്കുവാൻ കഴിയാത്ത ആ വിലയേറിയ രക്തം കൊണ്ട് സ്തോത്രം നമുക്ക് പാപത്തിന്റെ പരിഹാരം വരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലവും ആ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മുഴങ്ങട്ടെ, നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. നമുക്ക് വേണ്ടി വിടുതൽ നൽകുവാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയാം, അവിടുന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ യഥാർത്ഥമായി സ്വാതന്ത്ര്യമുള്ളവരായി തീരും. സ്തോത്രം. ഇനി ദൈവമക്കളെ ശ്രദ്ധിക്കണം, അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സ്തോത്രം ഈ സ്വാതന്ത്ര്യം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം? പ്രസിദ്ധമാക്കണം. ആമേൻ, സ്തോത്രം. ഈ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കാനുള്ളതാ. ഈ സ്വാതന്ത്ര്യം രഹസ്യമായിട്ട് വെക്കാനുള്ളതല്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം? സകലരോടും പ്രസിദ്ധമാക്കണം. ആമേൻ, സ്തോത്രം. അനേകർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ആമേൻ രഹസ്യമാക്കി വെച്ചിരിക്കുക, പുറത്ത് പറയത്തില്ല. ആമേൻ, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ധൈര്യത്തോടെ വിളിച്ചു പറയണം, കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അടിമനുഖത്തിലൊന്നും അല്ല ഇന്ന്. പുതിയ നിയമസഭ അമ്മ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായതുകൊണ്ട് സ്തോത്രം ഒരു അടിമനുഖത്തിനകത്ത് പെട്ടിരിക്കുന്ന സഭയല്ല. സ്തോത്രം യഥാർത്ഥമായി ക്രിസ്തുവിന്റെ രക്തത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്ന സഭയ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും സ്വർഗത്തിലെ ദൈവം യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയണം, അതെ, അവിടുന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ സ്വാതന്ത്ര്യം ഞാൻ പ്രസിദ്ധപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്വാതന്ത്ര്യം കുറേ നാൾ കഴിയുമ്പോൾ മാറിപ്പോകുന്ന ഒരു സ്വാതന്ത്ര്യമല്ല, ഇതെന്നേക്കുമുള്ള സ്വാതന്ത്ര്യം. സ്തോത്രം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ആമേൻ, കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഈ ബന്ധനം എന്ന് പറയുന്ന ബന്ധനത്തിനകത്തേക്ക് പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. പകരം അവിടുന്ന് സ്വാതന്ത്ര്യം വരുത്തിയാൽ ധൈര്യത്തോടെ പ്രസിദ്ധമായി വിളിച്ചു പറയുവാൻ കഴിയണോ, എൻ്റെ കർത്താവ് എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയ ദൈവ പൈതൽ ഈ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ചലിക്കുന്നവനായിരിക്കും. സ്തോത്രം. അല്ലേ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇതല്ലേ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ഈ പരിശുദ്ധാത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് പകർന്നപ്പോൾ സ്തോത്രം അവർ പിന്നെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പ്രസ്താവിക്കുകയാണ്. സ്തോത്രം. അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർ പ്രസിദ്ധമാക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതെനിക്ക് പറയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. പെന്തക്കോസ്ത് നാളിന് മുമ്പ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് പറയുവാൻ കഴിഞ്ഞില്ല. നാം വായിച്ച കുറിവാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ വചനം യഥാർത്ഥമായി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട്, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കല്ലെറിയാൻ തോന്നും. സ്തോത്രം. കാരണം എന്താ? സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും എന്ന ഒരു ബോധ്യത്തെക്കുറിച്ച് സ്തോത്രം. സത്യം ഞാനാകുന്നുവെന്നും ഞാനാകുന്ന സത്യം സ്തോത്രം ഈ ഭൂമിയിൽ അവതരിച്ചത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താനാണെന്നോ സ്തോത്രം എന്നിൽ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥമായി സ്വതന്ത്രരാകുമെന്നുമുള്ള ഒരു ഉറപ്പ് അവരുടെ ഹൃദയത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ വചനം ഉള്ളിൽ കയറണം. സ്തോത്രം. അപ്പൊ ഈ വചനം ഉള്ളിൽ കയറാത്തടത്തോളം കാലം ഇവർ പറയാം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ?
കല്ലെറിയാൻ പോകുക. കാരണം അതങ്ങോട്ട് കേറാതെ വണ്ണം സ്തോത്രം അവരുടെ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. സ്തോത്രം അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുമ്പോൾ സ്തോത്രം അത് കേൾക്കുവാൻ കഴിയാതെ വണ്ണം ഒരു അന്ധകാര മണ്ഡലം ആ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുകയാ. സ്തോത്രം ഈ അന്ധകാര മണ്ഡലത്തെ തുറക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ കാര്യം ഇന്ന് പകൽക്കാലവും വെളിപ്പെടുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവൻ ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ അവൻ ഒരു ഹൃദയം തുറന്ന് ഈ വചനം അകത്തേക്കൊന്ന് പ്രവേശിച്ച ധൈര്യത്തോടെ വിളിച്ചു പറയണോ, അവൻ എന്നെ ബന്ധനത്തിനകത്ത് പെടുത്തുവാനല്ല എന്റെ കർത്താവ് വന്നത്. അവിടുന്ന് വന്നത് സത്യം അറിഞ്ഞ് ആ സത്യത്താലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനത്രേ കർത്താവ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ പെട്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും സ്തോത്രം ശാപമാകുന്ന മരക്കുരിശ് അവിടുന്ന് വഹിച്ചത് നിമിത്തം സ്തോത്രം ആ കുരിശിന്മേൽ നമ്മെ ശാപമാകുന്ന മരക്കുരിശിന്മേൽ അവിടുന്ന് തൂങ്ങിയത് നിമിത്തം ഈ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് നമുക്ക് വരുത്തിയിരിക്കുകയാണ്. സ്തോത്രം 18 സംവത്സരമായി രോഗിയായിരുന്ന ആ സ്ത്രീയുടെ രോഗാത്മാവിനെ ബന്ധനത്തിലായിരുന്ന വ്യക്തിയെ അവിടുന്ന് സ്തോത്രം സൗഖ്യമാക്കിയത് കൊണ്ട് ഒരു കാര്യം വ്യക്തതയോടെ വിളിച്ചു പറയാം, രോഗാത്മാവിനെ സ്തോത്രം സൗഖ്യമാക്കുവാൻ ബന്ധനത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കുവാൻ എന്റെ കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ആമേൻ. അവിടെ കൊണ്ടും തീരുന്നില്ല. പിശാചിന്റെ സകല പ്രവർത്തികളെയും അഴിപ്പാൻ അവിടുന്ന് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെയും അഴിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയേ പറ്റൂ. ഈ സത്യം അറിഞ്ഞേ പറ്റൂ. ഇല്ലാത്തടത്തോളം കാലം പിശാചിന്റെ ബന്ധനത്തിനകത്ത് ഇങ്ങനെ പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എത്ര പ്രസംഗം കേട്ടാലും പിന്നെയും പിന്നെയും പിശാചിന്റെ തന്ത്രങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് സ്തോത്രം ഈ സത്യം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറിയേ പറ്റൂ. സ്തോത്രം ഈ വചനത്തിനകത്ത് ഉറച്ചേ പറ്റൂ. സ്തോത്രം ഇത് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ സ്തോത്രം ഒരു കാര്യം വ്യക്തതയോടെ പറയാം, പൈശാചികന്റെ സകല പ്രവർത്തികളെയോ അഴിപ്പാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായില്ലേ. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് സമയം വളരെ മുന്നോട്ട് പോയത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ആമേൻ. കർത്താവ് വന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം വിടുവിച്ചു. സ്തോത്രം. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കണമെങ്കിൽ സ്തോത്രം അതിൻ്റെ അപ്പുറത്തൊരു സ്വാതന്ത്ര്യം വേണം. അതിനാ കർത്താവ് വന്നത്. ഈ വിടുതൽ എന്ന് പറയുന്നത് തന്നെ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ മരണഭീതിയിൽ അടിമകളായിരുന്ന സ്തോത്രം സകലരെയും വിടുവിക്കേണ്ടതിന് ആമേൻ സ്തോത്രം അവിടുന്ന് ജഡത്തിൽ പ്രത്യക്ഷനായി. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഒരു ദൈവവേദനയെ സംബന്ധിച്ച് ധൈര്യത്തോടെ പറയണം. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയണം, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് എന്താണ് ലാഭവുമാണ്. സ്തോത്രം. ആമേൻ. ഒരു ദൈവ പൈതലും നമുക്ക് ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മൾ എത്ര കടന്ന് സ്തോത്രം എന്തെല്ലാം പ്ലാനുകളും പദ്ധതിയും വരുന്ന ഒരു 25 വർഷത്തേക്ക് തയ്യാറാക്കിയാലും വളരെ വ്യക്തത പറയാം, ദൈവം നിർണയിച്ചിരിക്കുന്ന ആയുസ് മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആമേൻ. സ്തോത്രം. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ. ആമേൻ. ഏതെങ്കിലും ഒരു റീസൺ കയറി വരും മരിക്കാൻ. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ആമേൻ. ഒരു റീസൺ ഉണ്ടാകുമെന്ന് മാത്രം. ചിലപ്പോൾ രോഗമാകാം, അപകടമാകാം, മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളാകാം. കർത്താവ് ആമേൻ നമ്മൾ എത്ര പ്ലാൻ ഇട്ടാലും എത്ര പദ്ധതി ഇട്ടാലും അതിനപ്പുറത്ത് സ്തോത്രം നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയണം, എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടയാകും. സ്തോത്രം. അതല്ല എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുവാനാണെങ്കിൽ അതെനിക്ക് ലാഭമാ. സ്തോത്രം. അതിന്
അതിന്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ പ്രത്യാശിക്കുന്ന ആ സുന്ദരമായ അനുഭവത്തിലേക്ക്, എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ എടുക്കപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് പകലും ആ ഒരു പ്രത്യാശയായിരിക്കണം നമ്മെ ഓരോരുത്തരെയും ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ, ആ സത്യം എന്നെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണെന്നോ. എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി എന്നെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാൻ മതിയായവനാണെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കോ ഒരു ഡോക്ടേഴ്സിനോ സ്തോത്രം നമുക്ക് യഥാർത്ഥമായി ഉറപ്പ് നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ, സ്തോത്രം നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന ഉറപ്പ് ഏറ്റവും വലിയ ഉറപ്പ്. സ്തോത്രം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും. എന്നാൽ ആ സ്വാതന്ത്ര്യമെല്ലാം സ്തോത്രം ഒരു പ്രമാണത്തിനകത്തുള്ള സ്വാതന്ത്ര്യമോ. എൻ്റെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രമാണത്തിനകത്തുള്ള സ്വാതന്ത്ര്യമല്ല. അവിടുത്തെ അവിടുന്ന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത്രേ യഥാർത്ഥ സ്വാതന്ത്ര്യം. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, ആ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ആദരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയണം, സ്തോത്രം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുന്ന് എൻ്റെ മേൽ വ്യാപരിക്കുന്നിടത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ആ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നിടത്തോളം എനിക്ക് ഉറപ്പുണ്ട്, അവിടുന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് നാം പാടുന്നത്, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി, ആത്മാവിൻ സമാധാന സന്തോഷം. അത് ഞാൻ അനുഭവിക്കുന്നത് ആ കർത്താവിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കുമ്പോൾ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ 50-ാം വർഷം യോബേൽ വർഷം ജൂബിലി ഇയറിൽ അടിമകൾക്കും കടക്കാർക്കും വസ്തുവകൾക്കും എല്ലാം ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വർഷം. 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ കടന്നു വന്നപ്പോൾ അവരനുഭവിച്ചൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അവരെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവരുടെ മേൽ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. അവരുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഉണർത്തിയൊരു ശക്തിയുണ്ട്. ജനത്തിൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ മുൻപാകെ തുറന്ന ഒരു ശക്തിയുണ്ട്. ആരാധിച്ചപ്പോൾ വിടുതൽ നൽകിയ ഒരു ശക്തിയുണ്ട്. രോഗികൾ സൗഖ്യമായ ശക്തിയുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ ശക്തിയുണ്ട്. സ്തോത്രമായ ഹൃദയങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി തുറന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ അധരങ്ങളെ തുറന്നെന്ന് പറയുവാൻ കഴിയുമോ? അവിടെ തന്നെ ബന്ധനങ്ങളെ അഴിച്ചത് കൊണ്ട്, സാക്ഷാൽ സ്വാതന്ത്ര്യം എനിക്ക് വരുത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഈ ആലയം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിച്ചവരായി വേണം പോകാൻ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ആമേൻ ബന്ധനത്തിനകത്താണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊടുന്നൊരു കർത്താവിൻ്റെ കരമുണ്ട്. ആമേൻ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. സ്തോത്രം. പാപത്തിനകത്ത് കുടുങ്ങിയവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആമേൻ ഒരു കരമുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാല പാപമോചനം അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തതയോടെ പറയാം, സ്തോത്രം, ആ ശക്തി ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഇനി മേലാൽ പാപം ചെയ്യാതെ വണ്ണ് പാപത്തെക്കുറിച്ച്, നമ്മെ നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മെ ശക്തമാക്കുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, വചനത്തിനു മുമ്പ് കാര്യങ്ങളെ സമർപ്പിക്കട്ടെ. കേൾക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് ഏറെ പ്രയോജനമാകുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് ആമേൻ തിരുമേശയിലേക്ക് നമ്മൾ ആമേൻ സ്തോത്രം പങ്കാളികളാകാനായിട്ട് പോവുകയാണ്. ആമേൻ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ ആമേൻ മുമ്പോട്ട് കടന്നു വരുമല്ലോ. ഒരു നിമിഷം.